നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന ശൈലിയിലുള്ള ക്രൂരത മൂലം ഷിയ ISIS എന്നാണ് ഹൂതികൾ ഇപ്പോൾ അറിയപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള സുന്നി ഷിയ സംഘർഷങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇന്ന് ഹൂതികൾക്ക് പകുതി രാജ്യം നിയന്ത്രണമുള്ള യമനിലും സംഭവിച്ചത്. യമനിലെ ഷിയ വിഭാഗമായ സയ്യിദി എന്നറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക ശാഖയാണ് ഹൂതികൾ. സുന്നികൾ സയ്യിദികളെ അടിച്ചമർത്തുന്നതിനോടുള്ള ചെറുത്തുനിൽപ്പായാണ് ഹൂതി മുന്നേറ്റം തുടങ്ങിയത്. ഹുസൈൻ അൽ ഹൂതി എന്ന നേതാവിന്റെ പേരിൽ നിന്നാണ് ഹൂതികൾ ആ പേര് സ്വീകരിക്കുന്നത്. ഇയാൾ സ്ഥാപിച്ച സംഘമാണ് പിന്നീട് ഹൂതികളായി രൂപാന്തരം പ്രാപിച്ചത്. 1990 വരെ സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ തെക്കൻ യമനും സുന്നി രാഷ്ട്രമായ വടക്കൻ യമനുമായി 2 രാജ്യങ്ങളായിരുന്നു ഈ നാട്. സോവിയറ്റ് യൂണിയന്റെ പിടി അയഞ്ഞതോടെ ജർമ്മനി ഒന്നായ പോലെ ഐക്യ യമൻ പിറന്നു. അലി അബ്ദുള്ള സലെ രാഷ്ട്രീയ തലവനായി. 1990 പുതിയ ഭരണഘടന വന്നു. പക്ഷേ സലെയുടെ ഭരണരീതികൾ രാജ്യത്ത് അസ്വസ്ഥതയുണ്ടാക്കി. സലെ അവഗണിക്കുന്നുവെന്ന ഷിയ വിഭാഗമായ സെയ്ദുകൾ ആരോപിച്ചു. അവർ അട്ടിമറി ശ്രമം നടത്തുന്നുവെന്ന് സലെയും പറഞ്ഞു. 1990കളിലാണ് ഹൂതികൾ ശക്തി പ്രാപിക്കുന്നത്. 2004 ഹുസൈൻ അൽ ഹൂതിയുടെ മരണത്തിന് ഇടയാക്കിയ സർക്കാരിന്റെ സൈനിക നീക്കമാണ് ഹൂതികളെ സായുധാക്രമണങ്ങളിലേക്ക് നയിച്ചത്. ഇതോടെ ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയായി ഹൂതികൾ മാറുകയായിരുന്നു. ഇറാന്റെ പിന്തുണയോടെ വളരെ പെട്ടെന്ന് ലബനിലെ ഹിസ്ബുള്ളയെ പോലെ ആധുനികോത്തര ആയുധങ്ങളുമുള്ള സൈനിക സ്വഭാവമുള്ള സംഘടനയായി മാറി. 2011 ഏകാധിപതികളായ അറേബ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് എതിരെയുണ്ടായ മുല്ലപ്പൂ വിപ്ലവം എന്ന് പേരിട്ട സായുധ കലാപങ്ങൾ ഫലത്തിൽ ഹൂതികൾക്ക് ഗുണം ചെയ്തു. 33 വർഷം അധികാരത്തിലിരുന്ന പ്രസിഡന്റ് അലി അബ്ദുള്ള സലേയെ പുറത്താക്കാൻ യമൻ ജനത തെരുവിലിറങ്ങി. വ്യാപക പ്രക്ഷോഭങ്ങൾ, ഉപരോധങ്ങൾ, വധശ്രമം, അയൽ രാജ്യങ്ങളുടെ സമ്മർദ്ദം എല്ലാമായപ്പോൾ സലെ രാജിവെച്ചു. അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് അബ്ദുൽ റബ മൻസൂർ ഹാദി പ്രസിഡന്റായി. ആഭ്യന്തര യുദ്ധം തുടങ്ങി. ഇതോടെ ഹൂതികൾ സ്വന്തം സൈന്യം തന്നെ രൂപീകരിച്ചു. പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത്. യമനിലെ പ്രധാന കേന്ദ്രങ്ങൾ മുഴുവൻ ഹൂതികൾ പിടിച്ചടക്കി. സർക്കാരും സൈന്യവും പ്രതിരോധത്തിൽ ആവുകയായിരുന്നു. എതിർക്കുന്നവരെ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന ശൈലി. തങ്ങളിൽ ഒരാളെ കൊന്നാൽ 10 ആളെ കൊന്ന് പക വീട്ടുക എന്നതാണ് ഹൂതികളുടെ രീതി. തലവെട്ടലും കണ്ണ് ചൂഴ്ന്ന് കൊല്ലലും തിളപ്പിച്ച എണ്ണയിൽ മുക്കി തൊലി ഉരിച്ച് കൊല്ലലുമെല്ലാം ക്രൂരതകളുടെ പരമ്പരകൾ. അങ്ങനെ ഒരു വേള ഷിയ ISIS എന്ന പേര് ഞെട്ടലോടെയാണ് ലോകം ഇവർക്ക് നൽകിയത്. എന്തായാലും ഇപ്പോഴും ഇവർ പ്രധാനമായും ഫലസ്തീൻ സംഘർഷങ്ങളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലും കൊല്ലുന്നത് മുസ്ലിങ്ങൾ പരസ്പരം ആയതുകൊണ്ടാവാം കേരളത്തിൽ റാലികളും ഹർത്താലുകളും ഒന്നും അന്ന് നടന്നിരുന്നില്ല. ഫലസ്തീൻ സംഘർഷങ്ങളിൽ എന്ന പോലെ ഇവിടെയും അടിസ്ഥാന കാരണം മതം തന്നെയാണ് എന്ന് തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത്.